മക്കളുടെ ഓർത്ത് എന്നാൽ മദ്യപാനം വേണ്ട, അങ്ങനെ ഒരു മദ്യപാനിയും ഒരിക്കലും അങ്ങനെ ഒരു നിയോഗം വെച്ചതുകൊണ്ട് ആ മദ്യപാനിയുടെ മദ്യപാനം നീങ്ങിപ്പോയല്ല. ഭാര്യയെ ഓർത്ത് മദ്യപാനം നിർത്താം എന്ന് പറഞ്ഞാലും അതുകൊണ്ടും അയാളുടെ മദ്യപാനം ഒരിക്കലും നീങ്ങുകയില്ല. ഒത്തിരി കടബാധ്യതയെല്ലാം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിനി ഈ കടം കാരണം നമുക്കിനി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരികയാണ്. അതുകൊണ്ട് സാമ്പത്തിക തകർച്ചയും കടബാധ്യതയുമാണ് മദ്യപാനം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മദ്യപാനം നിർത്തിക്കളയാം എന്ന് വിചാരിച്ചാലും മദ്യപാനം നിൽക്കില്ല. അപ്പോൾ പിന്നെ മദ്യപാനി എന്ത് തീരുമാനിച്ചു വേണം മദ്യം നിർത്തുവാൻ? മദ്യപാനി മദ്യം നിർത്തണമെങ്കിൽ അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മദ്യം ഉപേക്ഷിച്ചാലേ മദ്യം ഉപേക്ഷിക്കപ്പെടുകയുള്ളൂ. അച്ഛൻ പറയുന്നത് ഭാര്യ സങ്കടപ്പെടണ കണ്ടിട്ട് ഒരാൾ മദ്യം നിർത്തില്ല, മക്കൾ സങ്കടപ്പെടണ കണ്ടിട്ട് ഒരാൾ മദ്യം നിർത്തില്ല, കടബാധ്യത വന്നു എന്ന് കണ്ടിട്ട് ഒരാൾ മദ്യം നിർത്തില്ല. ഞാൻ അടുത്തൊരാളെ കണ്ടു, അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. അപ്പം ലങ് ക്യാൻസറാണ്. ലങ് ക്യാൻസറിന് ഏറ്റവും എതിരായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുകവലി. അടുത്ത ആഴ്ച മരിക്കുന്നു പറഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന് പുകവലി നിർത്താൻ പറ്റണില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഇതിനൊന്നിനും ഒരു ദുസ്വഭാവത്തെ നിർത്താനായിട്ടുള്ള ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ദൈവത്തിന് പരിപൂർണമായി തന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനമെടുത്താൽ ലഹരിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയും.